ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതിൻ്റെ പേര് കായ്പോള എന്നാണ്. ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടു. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനുള്ളൊരു ചെറിയൊരു ട്രിക്കൊക്കെ ആയിട്ട്. ഞാൻ ഇതിനൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെയ്യുന്ന വീഡിയോ ആണിത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ബ്രെഡാണ്. അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 എണ്ണമൊക്കെ മതിയാകും. അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. അടുത്ത് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പാലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ നമ്മുടെ പാക്കറ്റ് പാലാണ് കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗളിൽ നിറച്ച് ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സും നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസിലുള്ള 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വാനില എസൻസ് ആണ്, വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന ഗീ ആണ് കേട്ടോ. അപ്പോൾ ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഗീ ആയിരിക്കും കുറച്ചും കൂടി നല്ലൊരു ആരോമ തരിക. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂസും റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പൊ മധുരം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് വലിയൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ നമ്മൾ സിംഗിൾ ടേക്കിൽ തന്നെയാണ് കംപ്ലീറ്റ് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പറ്റിയ വലിയൊരു ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. തുടച്ച് വെച്ച ജാറിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചുകൊണ്ട് തന്നെ അടിഞ്ഞ് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് ഏത്തപ്പഴമാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ഏത്തപ്പഴം ഇതിലേക്ക് അരിഞ്ഞരിഞ്ഞ് ഇടാവുന്നതാണ്. നമ്മൾ 3 ഏത്തപ്പഴവും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് ഡേറ്റ്സ് ആണ്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ബൗൾ ഡേറ്റ്സ് തന്നെ ആഡ് ചെയ്യാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവർ. സോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇടാം. ഞാൻ എന്തായാലും ഈ ഒരു ബൗൾ കംപ്ലീറ്റ് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എഗ്ഗ് പൊട്ടിച്ചിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, എഗ്ഗിൻ്റെ ഷെല്ല് ഇതിൽ വീഴാതിരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും 3 എഗ്ഗാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 3 എഗ്ഗ് നമുക്ക് പൊട്ടിച്ചിടാം. അപ്പം നമ്മൾ എഗ്ഗ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പാലാണ്. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു നോർമൽ ടീ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്യുന്നത്. കാരണം മെഷറിംഗ് കപ്പ് ഇപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഈ ഒരു ഗ്ലാസ് നിറയെ പാല് നമുക്ക് ഒഴിക്കാം, ഒറ്റ ഗ്ലാസ്. അപ്പം മിക്സിയുടെ ക്യാപ്പിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതൊരു ബാറ്റർ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് പാല് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഇത്രയും ഒരു കറക്റ്റ് നമുക്കൊരു കേക്ക് പോലെ ആവുന്നൊരു കൺസിസ്റ്റൻസി ഉണ്ട് നമുക്കിപ്പോൾ തന്നെ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാറ്ററിന് കുറച്ച് മധുരം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണേൽ അതിനനുസരിച്ച് ചേർക്കാം. അപ്പം ഞങ്ങളിവിടെ മധുരം വളരെ കുറച്ചാണ് കഴിക്കാറ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വാനില എസൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. നമ്മൾ വാനിലയും ഷുഗറും ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് വേണ്ടത്. ഓവർ ലൂസായി പോകരുത് കേട്ടോ. നമുക്ക് അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ഗീ മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചുറ്റും ആകണം. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 2 സൈഡും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട്
താഴെ കുറച്ച് എന്താ പറയുക റൈസിൻസും കാഷ്യൂസും ഇടുന്നുണ്ട്. ഈ സ്റ്റെപ്പ് വേണേൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാനൊരു ഭംഗിയാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ താഴെ ഈ റൈസിൻസും കാഷ്യൂസും ഇടുന്നത്. റൈസിൻസും കാഷ്യൂസും ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം. അപ്പോൾ എന്താ പറയുക, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ ഓവർ ഫ്ലോ ആയിട്ട് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ ഇവിടെയും ഇതെന്താ പറയുക, അവിടെ ഇവിടെ മുളച്ചിരിക്കാൻ പാടില്ല നമ്മുടെ ബാറ്റർ. അതുകൊണ്ട് ഈക്വലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ്ലി ഒഴിച്ചു കഴിഞ്ഞാൽ. ഇനിയുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ. സോ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ എന്ത് ചെയ്യുക, ഒരു തവ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബാറ്റർ വെച്ചിരിക്കുന്ന പാൻ വെക്കുക. അപ്പോൾ ഇതെന്താ, ഒരു ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് മെത്തേഡാണിത്. അപ്പോൾ ഇതുകൊണ്ട് കറക്റ്റ് എന്താ പറയുക, കരിഞ്ഞു പോകാതെ നമുക്ക് കറക്റ്റ് കിട്ടും. ഇത് നമ്മൾ വെക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് കൃത്യം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈഡ് മൊത്തം കംപ്ലീറ്റ്ലി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ, അതായത് സെൻറ്ററിൽ ചെറിയൊരു വെറ്റ്നെസ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ കാഷ്യൂം റൈസിൻസും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഇത് എന്താ പറയുക, പൊഴിഞ്ഞു പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അത് സ്റ്റിക്കായി ഇരുന്നോളും. എക്സ്ട്രാ ഒരു 10 മിനിറ്റ്സും കൂടെ കവർ ചെയ്ത് കുക്ക് ചെയ്യണം നമ്മൾ. എന്നാൽ മാത്രമേ ആ സെൻട്രൽ പോർഷൻ നന്നായിട്ടൊന്ന് കുക്കായി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് വന്നിരിക്കുന്ന 25 മിനിറ്റ്സ് ആണ് ഇത് കുക്കായി വരാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കുക. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ നമ്മൾ കുത്തി നോക്കിയ സമയത്ത് ബാറ്റർ ഒന്നും വന്നില്ല. ഇനി എന്ത് ചെയ്യുക, നമ്മളിത് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ വേറൊരു തവ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് കുക്കായതിനു ശേഷം മാത്രമേ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്ലിപ്പ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ചാൽ മതിയാകും. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഈ കളർ കണ്ടിട്ട് ആരും പാനിക് ആവണ്ട, ഇത് തന്നെയാണ് ഇതിൻ്റെ ടെക്സ്ചർ. അങ്ങനെ ഒരു 5 മിനിറ്റ്സും കൂടെ കഴിയുമ്പോൾ ആറിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കായ്പോള ഒരു പാനിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒരു കേക്ക് സ്ലൈസ് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇതിൻ്റെ ടെക്സ്ചേഴ്സ് ഒക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ബ്ലാക്ക് ടെക്സ്ചറാണ് ഇതിൻ്റെ അടിയിൽ വരുന്നത്. സോ അത് കണ്ട് ആരും പാനിക് ആവണ്ട. സോ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് ടു കൺസിഡർ ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു ഡിഷുമായിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ അഞ്ജന. ബൈ.